പ്രലോഭിപ്പിക്കാൻ ഒന്നും ആരെയും പ്രലോഭിപ്പിക്കാനില്ല. അതിലൊറ്റ ആനന്ദം മനസ്സിന് എപ്പോഴും അനുഭവിക്കാതാകും. മഹാന്തം വിഭും, ആ പദങ്ങൾ തന്നെ നോക്കുക. മഹാന്തം, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, വിഭും, പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കാണുന്ന വെറും രൂപപ്രദർശനം, വസ്തു ഒന്ന്. മഹാന്തം വിഭും ആത്മാനം മത്വ, അവനവൻ്റെ ആത്മാവായിരിക്കുന്ന ആ സത്യത്തെ മത്വ വിചാരം ചെയ്ത്, എല്ലാം അതാണെന്ന് ഉറപ്പിച്ച്, സത്യം ഈ വിചാരം കൊണ്ടേ കിട്ടുള്ളൂ, അല്ലാതെ മറ്റൊരു അനുഷ്ഠാനം കൊണ്ടും സാധ്യമല്ല. അനുഷ്ഠാനങ്ങളൊക്കെ കർമ്മമാണ്, കർമ്മം. നേരെ മറിച്ച് ഈ സത്യത്തെ ശാസ്ത്രീയമായി വിചാരം ചെയ്തുറപ്പിക്കുക. മഹാന്തം വിഭും ആത്മാനം മത്വ ധീരോ ന ശോചതി. ധീരൻ ഒരു ഇന്ദ്രിയ വിഷയത്തിൻ്റെ പിന്നാലെയും പോയി ഒരിക്കലും അവൻ ദുഃഖത്തിന് പാത്രമാവില്ല. ധീരോ മത്വാ ധീരോ ന ശോചതി. യേനം മധ്വദം വേദ ആത്മാനം ജീവബന്ധിക ഈശാനം ഭൂതഭവ്യസ്യ തതോ ന വിജുഗുപ്സത്തെ. യേമം മധ്വദം വേദ, മധ്വത ഈ കർമ്മഫലം, ഒടുങ്ങാത്ത കാമമനുസരിച്ച് കർമ്മം, അതനുസരിച്ച് ഇന്ദ്രിയ ഫലങ്ങൾ, ഇവ ഭുജിച്ച് ജനിച്ചും മരിച്ചും കഴിയുകയാണ് ഈ ജീവൻ. നമ്മൾ ഇന്നലെ പറഞ്ഞ ആത്മാവിൻ്റെ പ്രതിബിംബമായ ജീവൻ, ഞാനെന്ന ജീവൻ, അന്ധക്കരണമെന്ന ഉപകരണത്തെ കൂട്ടിച്ചേർത്ത് അത് കാണിക്കുന്ന കോലാഹലങ്ങളിൽപ്പെട്ട് അത് സത്യമെന്ന് കരുതി ഭ്രമിക്കുന്നു. യൈമം മധ്വദം വേദ, അങ്ങനെയുള്ള കർമ്മഫലം അനുഭവിക്കുന്ന മധ്വദം, മധു എന്ന് വെച്ചാൽ കർമ്മഫലം, കർമ്മഫലം അനുഭവിക്കുന്ന ഈ ജീവൻ ആത്മാനം ജീവമന്തികാത്, ഈ ജീവനെ അന്തികാത് ആത്മാനം, അതിൻ്റെ തൊട്ടു പിന്നിൽ നിൽക്കുന്ന ബിംബം, പ്രതിബിംബമാണ് ജീവൻ, ബിംബമാണ് ആത്മാവ്. അതാണ് ആത്മാനം ജീവം അന്തികാത്, ജീവമന്തികാത്, ജീവൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുകയാണ് ജീവൻ. അത് തന്നെ സൂര്യപ്രതിബിംബത്തിൻ്റെ തൊട്ട് പിന്നിൽ സൂര്യൻ. ആ പ്രതിബിംബത്തിന് ആശ്രയമായ വെള്ളം ഒഴിച്ചു കളഞ്ഞാൽ നിൽക്കുന്നത് സാക്ഷാൽ സൂര്യൻ. അതുപോലെ ഈ ചിത്തത്തെ ഒന്ന് മാറ്റുക, എങ്ങനെ മാറ്റുക? അതും ബ്രഹ്മം തന്നെ എന്നുറപ്പാക്കി മാറ്റുക. അതും ബ്രഹ്മം തന്നെ എന്നുറപ്പായാൽ ആ ചിത്തം പിന്നെ പ്രലോഭിപ്പിക്കില്ല, നിശ്ചയമായും. അങ്ങനെയുള്ള യൈമം മധ്വദം വേദ ആത്മാനം ജീവമന്തിക, അതറിഞ്ഞു കഴിയുമ്പോഴോ ആരാണ് ജീവൻ? ഈശാനം ഭൂതഭവ്യസ്യ, ഭൂതകാലത്തിൻ്റെയും ഭാവികാലത്തിൻ്റെയും എല്ലാം നിയന്താവ്. ഭൂതകാലത്തിലും ആ ദേവനേ ഉള്ളൂ, ഭാവികാലത്തിലും ആ ദേവനേ ഉള്ളൂ. ഈശാനം ഭൂതഭവ്യസ്യ തതോ ന വിജുഗുപ്സത്തെ. ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടും ഒരു വെറുപ്പുമില്ല, ഒന്നിനോടും ഒരു പ്രത്യേക താല്പര്യവുമില്ല. എല്ലാം ഒരേ ഒരു വസ്തു. ഉപനിഷത്ത് ഈ മന്ത്രമൊക്കെ വ്യക്തമായി അർത്ഥം ധരിക്കാതെ നമ്മൾ എന്തെങ്കിലും വായിച്ചു പോയി, കഠോപനിഷത്ത് വായിച്ചു, ഗീത വായിച്ചു പറഞ്ഞതുകൊണ്ട് വിശേഷമില്ല. നമുക്കിതെങ്ങനെ നടപ്പാക്കി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാം? ആകെ കൂടി ഉപനിഷത്ത് പറയുന്നത് നടപ്പാക്കാൻ ഒരു പ്രയാസവുമില്ല. എന്താ? ഒക്കെ ബ്രഹ്മമായ പല രൂപത്തിൽ ആവർത്തിച്ച് പറയുകയാണ്. വീണ്ടും പറയുന്നത്. അപ്പം പിന്നെ എങ്ങനെയാണ് ഈ പലതൊക്കെ ഉണ്ടെന്ന് തോന്നിച്ചത്? അത് ആ ദേവി ബ്രഹ്മശക്തിയായ മായ പ്രാണേന സംഭവതി, പ്രാണൻ സ്പന്ദിക്കുന്നതോടുകൂടി പ്രകടമാകുന്നവളാണ് ഈ മായ. യാ പ്രാണേന സംഭവത്തി, പ്രാണൻ സ്പന്ദിക്കുന്നു. എങ്ങനെ? എവിടെ? എന്തിന്? ഒരു പിടിയുമില്ല. അപ്പോൾ ഉത്തരം എന്താ? മായ. ബ്രഹ്മശക്തി ഇല്ലാത്ത പ്രാണനെ ഉണ്ടെന്ന് തോന്നിക്കുന്നു. ഇതാണ് മായ. യാ പ്രാണേന സംഭവത്യാദിത്തൊരു ദേവതാമയി, ഒടുവിൽ താൻ തന്നെ ഉണ്ടെന്ന് തോന്നിച്ച എല്ലാറ്റിനെയും താൻ തന്നെ വിഴുങ്ങും.
അതാണ് ഈ മായയുടെ ജോലി. എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നിച്ചു. അടുത്ത പടി അവ്യക്തമാണ്. രാത്രി ഇത് ദിവസേന നമ്മളൊക്കെ അനുഭവിക്കുന്നു. പ്രാണനുണ്ട്, അതുണ്ട്, വീടുണ്ട്, നാടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ടിരുന്നയാൾ ഗാഠനിദ്രയിലകപ്പെട്ടു. എന്തുണ്ട്? എല്ലാറ്റിനെയും ആ ദേവി ഒരവ്യക്തത്തിൽ കൊണ്ടുചെന്ന് ലയിപ്പിച്ചു. ഒന്നുമില്ല, ഒന്നും. ഒരു കൂരിരുട്ട് ദിവസേന അനുഭവിക്കുന്നതല്ലേ. ഇത് തന്നെയാണ് ആകെ കൂടിയുള്ള ജഗത്തിലും. ഈ ആകാശം എല്ലാം ആകാശത്തിൽ ചെന്ന് ലയിക്കുന്നു. ഒരു ഘട്ടത്തിൽ ലയിക്കുന്നത് നമുക്കാർക്കും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളില്ല. വാസ്തവത്തിൽ ഉറക്കത്തിൽ തന്നെ ആ ഉറക്കത്തിലെല്ലാം ലയിക്കുന്നത് നമ്മൾ വ്യക്തമായി അനുഭവിക്കുന്നില്ല. അപ്പോൾ ഒരനുഭവമില്ല. ഉറക്കത്തിൽ ഒരു കൂരിരുട്ട് മാത്രം. ആ കൂരിരുട്ടിൽ എല്ലാം ലയിക്കുന്നു. പിറ്റേ ദിവസം എല്ലാം അതിൽ നിന്ന് പൊന്തി വരുന്നു. ഇതെങ്ങനെ കൂരിരുട്ടായി മാറി, അവ്യക്തമായി മാറി? ഉത്തരവില്ല. അതുകൊണ്ടാണ് ഇത് മായ എന്ന് നമ്മളെ ഋഷീശ്വരന്മാർ പറയുന്നത്. ഈ മായാവാദത്തെയൊക്കെ പുച്ഛിച്ച് തള്ളിയാൽ ജീവിതത്തിൽ പിന്നെ ദുഃഖിക്കാൻ മാത്രമേ സാധ്യമാവൂ. ഏത് സയൻറ്റിസ്റ്റ് ആയാലും ശരി, ഏത് ചക്രവർത്തി ആയാലും ശരി. കാരണം ഇതെന്തിനെന്ന് ആർക്കും, ഈ ജഗത്ത് എന്തിനെന്ന് ആർക്കും ഒരു നിശ്ചയമില്ലേ. ദുഃഖിക്കാൻ മാത്രം. അല്ലാതെ വേറെ എന്താ ഇവിടെ? കാര്യമായി തത്വം അന്വേഷിക്കാത്തവർക്ക് ദുഃഖമല്ലാതെ പതഞ്ജലി പറയും പോലെ സർവം ദുഃഖമയം, അല്ലാതെ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് ദേവി. യാ പ്രാണേന സംഭവത്തി അതിഥി. അതിഥിച്ച് എല്ലാം ഭക്ഷിക്കുന്നവർ എല്ലാം ഭക്ഷിക്കുന്നു, വീണ്ടും പുറത്തു തുപ്പുന്നു, വീണ്ടും ഭക്ഷിക്കുന്നു. ഇതല്ലേ ഇവിടെ നടക്കുന്നത്. ആ ബ്രഹ്മഭുവനാലോകാഹ പുനരാവർത്തിന അർജുന. അർജുനനോട് കൃഷ്ണന് ഇതൊക്കെ പറയുന്നുണ്ട്. അർജുന, ബ്രഹ്മാവ് മുതൽ എല്ലാം മായ ഉണ്ടെന്ന് തോന്നിക്കുന്നു, തന്നിലേക്ക് തന്നെ വിഴുങ്ങുന്നു, വീണ്ടും ഉണ്ടെന്ന് തോന്നിക്കുന്നു, വീണ്ടും വിഴുങ്ങുന്നു. ഇതൊരു കളിയല്ലാതെ എന്താണ്? വെറും കളി. ഇത് ഉണ്ടെന്ന് കരുതി ഇതിൻ്റെ പിന്നാലെ ആര് പോകുന്നുവോ അവരാണ് കാനൽ ജലം കുടിക്കാൻ പോകുന്ന മാൻപേടകൾ എന്നാണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നത്. അപ്പോൾ യാ പ്രാണേന സംഭവത്യാദിത്യരും ദേവതാമയി. ദേവതമാരൊക്കെ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുൾപ്പെടെ ഈ മായയുടെ സൃഷ്ടിയാണ്. നാമരൂപങ്ങളൊക്കെ മായ. വിഷ്ണു ഒരിക്കൽ നാരദൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നാരദനോട് പറയുന്നു, എടോ നാരദ, ഞാനിപ്പം 4 കൈയും കിരീടവും മഞ്ഞപ്പട്ടും അതും ഇതും ഒക്കെ ആയിട്ട് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നല്ലോ. എടാ, ഇത് വെറും മായയാണ്. എനിക്കിങ്ങനെ ഒരു രൂപം ഒരിക്കലും ഇല്ല. എന്നുവെച്ചാൽ വിഷ്ണു ബ്രഹ്മബോധത്തോടു കൂടി സംസാരിക്കുകയാണ്. മായാ ഹേഷ മയാ സൃഷ്ട എന്മാം പശ്യസി നാരദ. നാരദ, ഞാൻ ഈ കിരീടവും 4 കൈയും ശംഖം ചക്രം അങ്ങനെ നമ്മൾ വിവരിക്കുന്നതൊക്കെ നല്ലത്. മനസ്സിനൊരു ഏകാഗ്രത കിട്ടാൻ ആ രൂപമൊക്കെ അങ്ങനെ വിചാരിച്ചൊന്ന് ധ്യാനിച്ചാൽ കുറച്ചൊക്കെ കിട്ടും. പക്ഷെ അത് മാറ്റിയിട്ട് ഈ തത്വം ഗ്രഹിക്കാനുള്ള ധീരത വേണം, കരുത്ത് വേണം. അത് ബോധ്യപ്പെടുത്താനാണ് വിഷ്ണു നാരദനോട് പറയുന്നത്, മായാ ഹേഷാമയാ സൃഷ്ട എന്മാം പശ്യസി നാരദ. നാരദ, ഈ രൂപത്തിലൊക്കെ എന്നെ കാണുന്നത് വെറും മായ. ഞാൻ യഥാർത്ഥത്തിൽ അഖണ്ഡ ആനന്ദബോധം, അല്ലാതെ ഇവിടെ ഒരു രൂപവും എനിക്കില്ല. ഇത് വെറും തോന്നൽ. ഈ രൂപം പോലും യഥാർത്ഥത്തിൽ ഉള്ളതല്ല. മരുഭൂമിയിലെ കാനൽ ജലം പോലെ കാണുന്ന രൂപം. മായാഹേഷ മയാ സൃഷ്ട എന്മം പശ്യസി നാരദ സർവഭൂതഗുണൈർയുക്തം നൈവം മം ജ്ഞാതുമർഹസി. ഞാനിങ്ങനെ ജനിച്ചു മരിക്കുന്ന ഒരു ജഡമാണെന്നും അല്ലയോ നാരദ, നീ ഒരിക്കലും കരുതിപ്പോകരുത്. കരുതിയാൽ നീ പോയി. ഇത് തന്നെയാണ് കൃഷ്ണൻ ഗീതയിലും പറയുന്നത്, അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതം. എന്ത് ശക്തിമത്തായ ഭാഷയാണ്. എന്നിട്ടും കൃഷ്ണനെ പരമാത്മാവായി കാണാൻ അധികമാരും തയ്യാറില്ല.
അത് പറഞ്ഞ പേടിയാണ്. കൃഷ്ണൻ വരുമ്പോൾ അയ്യോ ഒക്കില്ല കൃഷ്ണൻ, ആ സാക്ഷാൽ കൃഷ്ണൻ, അതും ഗുരുവായൂർ കൃഷ്ണൻ, മറ്റൊന്നും കാണാനൊക്കില്ല. പേരിക്കട കൃഷ്ണനുണ്ടല്ലോ, പേരിക്കട കൃഷ്ണൻ്റെ അയൽവക്കത്തുകാർ മാസം തോറും ഗുരുവായൂർ പോകുന്നു. ഞാൻ ചോദിച്ചു, എന്താ ഈ പേരിക്കട? കൃഷ്ണൻ കൊള്ളില്ല, ശക്തിയില്ല, ആ കൃഷ്ണന് ശക്തിയില്ല. ഇവിടെ ഗണപതി തമ്പാനൂരും ഇതാ നമ്മുടെ അടുത്ത് തന്നെ തമ്പാനൂരും ഉണ്ട്, ഇവിടെ പഴവങ്ങാടിയിലും ഉണ്ട്. ചിലർ പറയുന്നത് തമ്പാനൂർ ഗണപതി ഗുണമില്ല, പഴവങ്ങാടി ഗണപതി എന്ന് വെച്ചാൽ പട്ടാളക്കാർ പ്രതിഷ്ഠിച്ചതാണ്. എന്ന് ചെയ്യാൻ ഇവരെയൊക്കെ ആർക്ക് രക്ഷിക്കാൻ കഴിയും? അതുകൊണ്ട് പഴവങ്ങാടി ഗണപതി മാത്രമേ ഗുണമുള്ളൂ. നേരെ വിളിച്ചതാ വിഷ്ണു തന്നെ നാരദനോട് പറയുന്നു, കുഞ്ഞെ ഞാനില്ല, വെറുമൊരു തോന്നൽ, ഞാൻ അഖണ്ഡ ബോധബ്രഹ്മമാണ്, യാതൊരു സംശയമില്ല. അതാണ് ഈ ദേവിയുടെ ജോലി. ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുക, വീണ്ടും അത് തന്നിൽ ലയിപ്പിക്കുക. വീണ്ടും എന്തിനാണിത്? എത്രയോ കാലമായി ഇത് തുടർന്നു വരുന്നു. ഇതെന്തിനെന്ന് ചിന്തിച്ചു നോക്കുക. അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ. അത് കേൾക്കുമ്പോൾ തന്നെ എന്താ ചിന്തിക്കാത്ത? ഇതെന്തോന്നിനാ? നമുക്കെന്തിനാ ഇപ്പം അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ? ഒരൊറ്റ വസ്തു, അഖണ്ഡബോധം, ബ്രഹ്മം, തീർന്നു. ഒരു ബ്രഹ്മാണ്ടവുമില്ല, ഒന്നുമില്ല. അതിരറ്റ ആനന്ദം, അതല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. ഇത് ഉറപ്പിക്കുക. യാ പ്രാണേന സംഭവത്യതിതർദേവസാമയി ഗുഹാം പ്രവിശ്യ തിഷ്ടന്തി. ഈ മായാവിനി എവിടെ ഇരിക്കുന്നു? ഉള്ളിൽ തന്നെ ഇരിക്കുന്നതൊക്കെ. പരമാത്മാവ് ഉള്ളിലല്ലേ, അവിടെ കൂടെ ഇരിക്കുകയാണ്. ഇല്ലാത്ത മായ, ഈ ശക്തി, ഭ്രമം. മരുഭൂമിയിലെ കാനൽ ജലം എവിടെ ഇരിക്കുന്നു? മരുഭൂമിയിലിരിക്കുന്നു. അതുപോലെ ഹൃദയത്തിൽ ഈശ്വരൻ ഇരിക്കുന്നു, കൂടെ ഈ മായാവിനിയും ഇരിക്കുകയാണ്. അതിൽ ദേവതാമയി ഗുഹാം പ്രവിശ്യ തിഷ്ടന്തിയും ഭൂതേ വ്യജായത. ഇവള് ഉണ്ടെന്ന് എപ്പോഴാണ് ബോധ്യപ്പെടുന്നത്? പലത് കാണുമ്പോൾ ഇതെങ്ങനെ കാണുന്നു? ഇവിടെ ആകെ ഒരു വസ്തുവല്ലേ ഉള്ളൂ. ഇത് ഈ വസ്തുവിൻ്റെ ശക്തി, മായ കാണിക്കുന്നതാണ്. അമീബ മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള നാമരൂപങ്ങൾ. അതിനെ മായ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുക. അതല്ലേ ഇത് ഉറപ്പുവന്ന ഒരാൾക്ക്? തൃണം ത്രിഭുവനം രാമ. വാസിഷ്ഠൻ പറയുന്നു, രാമ ത്രിഭുവനം തൃണം ഇല്ല, തൃണം പോലും ഇല്ല. അങ്ങനെയാണ്, ഒന്നുമില്ല. വിവേകാനന്ദ സ്വാമി പോലും നിലവിളിച്ചു പറയുന്നു, കുഞ്ഞേ ഇതൊന്നുമില്ല, ഞാനില്ല, നീ ഇല്ല, ഈ ജഗത്തില്ല. പിന്നെയോ ഒരു ഈശ്വരതത്വം മാത്രം. അങ്ങനെ മായ ഭൂതേ ഭ്രിയ വിജായത. എടോ നചികേതസേ, എങ്കിലും ഈ സൂര്യനെ പോലും ഉണ്ടെന്ന് തോന്നിക്കുന്ന താര ഈ മായ. യതശ്ചോദേതി സൂര്യ അസ്തം എത്ര ച ഗച്ഛതി. സൂര്യൻ എവിടെ നിന്ന് ഉദിക്കുന്നു? മായയിൽ നിന്നും. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇനി 1000 യുഗം തപസ് ചെയ്ത് അന്വേഷിച്ചാലും വേറെ സൂര്യൻ ഉദിക്കുന്ന സ്ഥലം കണ്ടെത്താൻ പറ്റില്ല. അഖണ്ഡ ബോധവസ്തുവിൽ മായയുണ്ടാക്കി കാണിക്കുന്ന വെറും ഒരു ഭ്രമം സൂര്യൻ. ധൈര്യമുണ്ടെങ്കിൽ അംഗീകരിച്ചോളുക. അങ്ങനെ അംഗീകരിച്ചാൽ എന്താ? സൂര്യൻ തന്നെ ഭ്രമമാണെങ്കിൽ പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയാനുണ്ടോ? എല്ലാം ഭ്രമമാണെന്ന് ഉറപ്പുവരും. വസ്തു ഒന്നേ ഉള്ളൂ എന്ന് ഉറപ്പുവരും. അതിരത്തെ ആനന്ദം, ഒന്നിലും പേടിയില്ല, ഒരിടത്തും ഒരു കുണ്ഠിതവുമില്ല. ഭ്രമം ഇങ്ങനെ പോകുന്നു. യുദ്ധം, ഒരു കുണ്ഠിതവുമില്ല. ഭൂകമ്പം, 50,000 പേര്. അയ്യോ, 50,000 പേര് പോയോ? പോയി. എന്താ? ഒരു ഭ്രമം. ഇവിടെ എന്താ കുണ്ഠിതപ്പെടാനിരിക്കുന്നു? എങ്കിലും അങ്ങനെയൊക്കെ പറയുന്നത് ഒരു ദയവില്ലായ്മയല്ലേ സാർ? അത് എന്ത് ചെയ്യാം? സത്യത്തിന് ദയവില്ല. അതാണ്.
അസത്യത്തിലാണ് ദൈവവും മറ്റും. രണ്ടുണ്ടെന്ന് തോന്നുന്നിടത്താണ് ദൈവവും ഭ്രമവും ഒക്കെ. എന്നുവെച്ച് ദയ ഉണ്ടെന്ന് ഭാവിച്ച് വേണ്ടത്ര സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്താം, കുടുംബ സംരക്ഷണം നടത്താം, ഒരു വിരോധവുമില്ല. അതിൻ്റെ പശ്ചാത്തലത്തിൽ രാമമുള്ള രാവണവേഷം കെട്ടി ആടുന്നത് പോലെ ഒരു കണിക പോലും ഇല്ലാത്ത രാവണവേഷം അഭിനയിക്കുന്നു. അതുപോലെ ഇല്ലാത്ത ജഗത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നു. വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ ഞാൻ എന്തൊക്കെയോ വിഡ്ഢിത്തങ്ങൾ കാട്ടിക്കൂട്ടി, ചിക്കാഗോ പ്രസംഗം ഉൾപ്പെടെ പരമവിഡ്ഢിത്തങ്ങൾ. ഒടുവിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നു, ഗ്ലാഡ് ഐ ഡിഡ് ബിഗ് ബ്ലണ്ടേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത്രയേ ഉള്ളൂ. എല്ലാം എന്താണെന്നൊരു നിശ്ചയവുമില്ല, എവിടുന്ന് വരുന്നു എന്തിനു വരുന്നു എന്നൊരു നിശ്ചയവും ഇല്ല. അപ്പോൾ അതിതരും ദേവതാമയി ഭൂതേഭർവ്യജായത യതശ്ചോദയതി സൂര്യ. സൂര്യൻ ഈ ഇവളിൽ നിന്നാണ് പൊന്തുന്നത്. അസ്തം എത്ര എവിടെ ഇല്ലാതാകുന്നു. ഈ സൂര്യനിപ്പോൾ തണുത്തുറഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ സൂര്യൻ, അതൊക്കെ എല്ലാവർക്കും സമ്മതമാണ്. ഉറഞ്ഞുറഞ്ഞ് എങ്ങോട്ട് പോകും? അവ്യക്തം. അവ്യക്തത്തിൽ പോയി ലയിക്കും, മായയിൽ. മായയുടെ മറ്റൊരു പേരാണ് അവ്യക്തം. എന്നുവെച്ചാൽ ഒരു നാമരൂപവും ഇല്ലാത്ത ശൂന്യസ്ഥിതി. ഇതെന്തിന് ആർക്കും കണ്ടെത്താൻ സാധ്യമല്ല. വസ്തു ഒന്നേ ഉള്ളൂ, അത് ഉറപ്പിക്കൂ. ഉള്ള വസ്തുവിനെ ഉറപ്പിക്കൂ. ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയരുത്. എന്നുവെച്ചാൽ ജീവിതം നഷ്ടമായി പോകും. അപ്പോഴേക്ക് ചിന്തിച്ചിരിക്കുമ്പോൾ ജീവിതം അതിൻ്റെ പാട്ടിനങ്ങ് പോകും. ഈ സത്യത്തെ കൊണ്ട് കണ്ടുപോകാൻ പറ്റുകയുമില്ല. യതശ്ചോദയതി സൂര്യ യതശ്ചാസ്തം യത്ര ച ഗച്ഛതി തം സർവേ ദേവാ അർപ്പിതാഹ. അങ്ങനെയുള്ള മായയ്ക്ക് പോലും ഉറവിടമായ ആ ജഗതീശ്വരനിൽ എല്ലാ ദേവന്മാരും ഉണ്ടെന്ന് തോന്നുന്നു. തം സർവേ ദേവ